വതആല നാളെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്നുള്ളൊരു ബോധം എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം മഹത്വങ്ങൾ വൽക്കരിച്ച, ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച, ജീവിതത്തിൽ ഒരുപാട് പടച്ച തമ്പുരാനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മഹാനായിരുന്നു സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ തന്റെ ജീവിതത്തിൽ 60 വർഷങ്ങൾ പിന്നിടുന്ന സമയത്താണ് അല്ലാഹുവേ തന്റെ വീട്ടിനകത്ത് തന്റെ ശിഷ്യന്മാരുണ്ട്, തന്റെ നാട്ടുകാരും അയൽവാസികളും കൂട്ടുകാരും കൂടപ്പിറപ്പുകളൊക്കെ തന്റെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അന്ന് മഹാനവറുകളുടെ ആയുസ്സിൽ 60 വർഷം അങ്ങ് തികയുകയാണ്. അങ്ങനെ എല്ലാവരും മഹാനവറുകളുടെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അതാ സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വല്ലാതെ കരയുകയാണ്. അതാ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അവിടുന്ന് തന്റെ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, തങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമാണല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആനന്ദിക്കേണ്ട ദിവസമാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അതാ അവിടുന്ന് മഹാനായ സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, തന്റെ ശിഷ്യന്മാരോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ ഇന്ന് എന്റെ ജീവിതത്തിൽ പടച്ച റബ്ബേ 60 വർഷം തികയുകയാണല്ലോ, നിങ്ങൾ പറയുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമാണല്ലോ, ഏറ്റവും കൂടുതൽ ആനന്ദിക്കേണ്ട ദിവസമാണെന്ന് എല്ലാവരും ഇതാ നിങ്ങൾ പറയുകയാണല്ലോ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതായ ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ പേടിക്കേണ്ട ദിവസമാണല്ലോ. കാരണം എന്റെ ജീവിതത്തിൽ ഇന്ന് ഇതാ 60 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ ദുനിയാവിന്റെ തുടിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആയുസ് തന്നിട്ടോ ഇന്നിതാ 60 വർഷമായിരിക്കുകയാണ്. പടച്ച റബ്ബേ, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഉമ്മ മഹാനായ സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, ഈ 60 വർഷത്തിന്റെ ഉള്ളിലെങ്ങാനും ഒരു ദിവസത്തിൽ ഞാൻ ഒരു തെറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ പടച്ച റബ്ബേ, ഏകദേശം 21,600 വരുന്ന തെറ്റിന് ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിനെ പറയണല്ലോ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഹിസാബിനെ പറയണല്ലോ. അത് എന്നെ വല്ലാതെ പേടിപ്പെടുത്തുകയാ, അതെന്നെ വല്ലാതെ പേടിപ്പെടുത്തുകയാണല്ലോ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ പടച്ച റബ്ബേ, ഞാൻ ഇതിനെ കുറിച്ച് നാളെ പറയേണ്ടി വരുമെന്ന് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. അങ്ങനെ എത്രയോ തെറ്റുകളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കുക, അങ്ങനെ എത്രയോ തെറ്റുകളാണ് എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കുക. എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കുക. മഹാനായ സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ജീവിച്ച മഹാനായ സയ്യിദ് ഇബ്നു സന്ദ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, തന്റെ ഹൃദയത്തോട് പടച്ച തമ്പുരാനോടുള്ള ഏറ്റവും കൂടുതൽ സ്നേഹം എടുത്തു വെച്ചിട്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ദുനിയാവിന്റെ തൊലിക്കുള്ളിൽ ഒരു മനുഷ്യനോട് സഞ്ചരിക്കാൻ പറഞ്ഞത്, അതെല്ലാം അതുപോലെ തന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ കണികകൾ ഉറപ്പിച്ച ആ മഹാനാണ് എന്റെ പ്രിയമുള്ളവരെ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോകുന്നത്. ആ മഹാനാണ് കരഞ്ഞു പോകുന്നത്. എന്തിനാ കരയുന്നതെന്നറിയോ? ഒന്ന് ആലോചിച്ചു നോക്കുമ്മ, ഒന്ന് ആലോചിച്ചു നോക്കുമ്മ. നമ്മുടെയൊക്കെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നവരാണല്ലോ, നമ്മളെല്ലാവരും പടച്ച റബ്ബേ ആഘോഷിക്കുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് ചിന്തിച്ചു നോക്ക. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പോ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ച റബ്ബേ, നമ്മൾ ഓരോ ദിവസത്തെയും ഓരോ കണക്കുകൾ എടുത്തിട്ട് അല്ലാഹു നമ്മോട് ചോദിക്കുമ്പോ
ഉമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്ര തെറ്റുകളാണ് നമ്മളൊക്കെ കാണുന്നത്, എത്രയോ തെറ്റുകളാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. പടച്ചുറപ്പേ, എന്നിട്ട് എന്തേ നമ്മളത് മനസ്സിലാക്കാത്തത്? നാളെ അള്ളാനെ കണ്ടുമുട്ടുമെന്ന ബോധം നമുക്കില്ലല്ലോ. നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ എത്തണമെന്ന ബോധം നമ്മുടെ മനസ്സിലില്ലല്ലോ. അതുകൊണ്ടാ പടച്ചുറപ്പേ, അല്ലാഹുവേ, മരണം എത്രയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. എത്രയോ എത്രയോ ചെറുപ്പക്കാരുടെ പടച്ചുറപ്പേ മരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. എത്ര കുട്ടികളുടെ മരണമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. എത്രയോ വൃദ്ധന്മാരുടെ മരണമാണ് നമ്മുടെ മുമ്പിനകത്ത് കാണുന്നത്. പടച്ചുറപ്പേ, ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നുണ്ട്, ചില ആളുകൾ സൂസൈഡ് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ പെടുന്നലും മരിച്ചു വീഴുകയാണല്ലോ. ഇങ്ങനെയൊക്കെ ഉമ്മ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അല്ലാഹുവേ, നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഓരോ ദിവസം നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്നു വരുന്ന പത്രമൊന്ന് എടുത്തു നോക്കണേ ഉമ്മ. ഓരോ ദിവസവും മരണപ്പെട്ടു പോയവരുടെ കണക്കുകളാണല്ലോ അതിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കണക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവേ, എത്രയോ ചെറുപ്പക്കാരാ അല്ലാഹുവേ, ഇവരെല്ലാം മരിച്ചു പോകുമ്പോ നമ്മുടെ മുമ്പിൽ നിന്ന് അവിടെ ജനാസ ഇങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. എന്താണെന്നറിയോ? ഏത് സമയത്തും നമ്മൾ മരണപ്പെടുമല്ലോ. ഏത് സമയത്ത് വേണമെങ്കിലും മരണപ്പെടുമല്ലോ. നമ്മൾ പറയുമല്ലോ, ഞാൻ കുറച്ചും കൂടെ കാലം ദുനിയാവിൽ ജീവിക്കും, ഞാൻ കുറച്ചും കൂടെ കാലം ദുനിയാവിൽ ജീവിക്കും, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, മരണം ഒരുപാട് അകലെയാണ് അകലെയാണെന്ന് പറയുന്നവര് അങ്ങനെ പറയല്ലടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏത് സമയത്ത് വേണമെങ്കിലും നിന്റെ മുമ്പിൽ മരണത്തിന്റെ മാലാഖ കടന്നു വന്നിട്ടോ നിന്റെ റൂഹിനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകുമല്ലോ. ആ ഒരു ഓർമ്മ നിന്റെ ഹൃദയത്തിൽ വേണേ. അല്ലാഹുവേ, നീ ബോധം തരണേ അല്ലാ. ആ സമയത്ത് നമ്മൾ പടച്ചുറപ്പേ നമ്മുടെ മയ്യത്തെടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ, നാളെ മയ്യത്തെടുത്തിട്ട് നമ്മുടെ മയ്യത്തെടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ, പടച്ചുറപ്പേ ആ പള്ളിക്കാട്ടില് മക്ബറയിലേക്ക് ഖബറിലേക്ക് നമ്മുടെ പടച്ചുറപ്പേ നമ്മുടെ മയ്യത്തങ്ങി ഇറക്കി വെച്ചോ അതാ എല്ലാവരും പിരിയുകയാ. മണ്ണിട്ട് മൂടിക്കൊണ്ട് എല്ലാവരും പിരിയുകയാണല്ലോ. പടച്ചുറപ്പേ, നമ്മുടെ ഉമ്മ മരിച്ച മക്കൾക്ക് സങ്കടമാണ്, പാപ്പ മരിച്ച മക്കൾക്ക് സങ്കടമാണ്, മക്കൾ മരിച്ച കൂട്ടുകാരും പടച്ചുറപ്പേ പാപ്പയും ഉമ്മയും വല്ലാതെ കരയുമല്ലോ. നമ്മുടെ ഭാര്യ കരയും, നമ്മുടെ മക്കൾ കരയും, എല്ലാവരും കരയുകയാണ്. ആരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? പടച്ചുറപ്പേ, അവന്റെ മയ്യത്തെടുത്തിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കല്ലേ. അവന്റെ മയ്യത്തെടുത്തിട്ടോ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെക്കല്ലേ എന്ന് ആരെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പറയുന്നുണ്ടോ? ആരും പറയില്ലല്ലോ, ആരും തന്നെ പറയില്ലല്ലോ. പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലേക്ക് വെച്ചോ. ഇന്ന് നമ്മൾ വലിയ ലക്ഷങ്ങൾ കൊടുത്തിട്ട് നല്ല വീട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പടച്ചുറപ്പേ, 2 നിലയും 3 നിലയിലുമുള്ള മണിമാളികൾ നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ ഉള്ളിൽ കിടന്ന് നമ്മള് നാളെ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ പടച്ചുറപ്പേ നമുക്ക് മണ്ണാണ് ഉമ്മ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. ഉമ്മ ഖബർ
ഖബറെന്ന് കേട്ടാ കരയണല്ലോ. ഖബറെന്ന് കേട്ട് കഴിഞ്ഞാ നമ്മുടെ കണ്ണിൽ നിന്ന് അവിടെ നിന്ന് വല്ലാത്ത കണ്ണുനീരൊഴുകണല്ലോ. പടച്ചറപ്പേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും പോയി കിടക്കുന്ന ഭവനമാണതോ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും പോയി കിടക്കുന്ന ഭവനമാണതോ. പടച്ചറപ്പേ, ഏത് സമയത്തും നമ്മ കാത്തിരിക്കുകയാണ് മരണമെന്ന് പറയുന്നത്. ആ മരണം നമ്മെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ടുപോകാം. മരണത്തിന്റെ മാലാക വന്നിട്ടോ അതാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് നമ്മളെ കൊണ്ടുപോകുമല്ലോ. പടച്ചുറപ്പേ, ഖബറിലേക്ക് എത്തിയാ എല്ലാവരും മണ്ണിട്ടങ്ങ് മൂടിക്കൊണ്ട് പടച്ചുറപ്പേ തിരിച്ചങ്ങ് പോന്നാ. അല്ലാ അല്ലാ, അതാ അല്ലാ നിന്റെ ഖബറിന്റെ ഉള്ളറയിലതാ അല്ലാന്റെ മലക്കുകൾ കടന്നു വരികയാണല്ലോ. പടച്ചുറപ്പേ, മലക്കുകൾ കടന്നു വന്നിട്ട് നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. ആ ഉള്ളിൽ കിടന്നിട്ട് നിനക്ക് എന്താണ് പറയാൻ കഴിയുക? നിന്റെ റബ്ബാര, നിന്റെ പടച്ചുറപ്പേ ഇമാമാര, നിന്റെ ഖിബ്ല ഏതാ, നിന്റെ റസൂൽ ഏതാ എന്നവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മോട് ചോദിക്കുന്ന രംഗമുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ എന്താണ് അവിടുന്ന് മറുപടി പറയുന്നതോ? നമ്മളെ കൊണ്ട് എന്താണ് പറയാൻ കഴിയുക? ഈ അവസ്ഥ എനിക്കും വരുമല്ലോ, നിങ്ങൾക്കും വരുമല്ലോ. അതുകൊണ്ട് ദുനിയാവിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് അപരാധങ്ങളുണ്ടല്ലോ. ഈ അപരാധങ്ങളെ കുറിച്ച് പടച്ചുറപ്പേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തോട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാ. സ്വന്തം നഫ്സിനോട് ഒരു വിചാരണ നടത്തേണ്ട സമയമാണല്ലോ. അല്ലാ അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സെയ്ദ് ബിൻ സന്ദർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ വീട്ടിലിരിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും കടന്നു വന്നു. പടച്ചറബ്ബേ, മഹാനവറുകളുടെ 60ാമത്തെ വർഷം തികയാ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ വന്നിട്ട് 60 വർഷം തികയുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് കൂടി. എല്ലാവർക്കും സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭൂമിയിലേക്ക് അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ അല്ലേ മഹാന്മാരായ പടച്ചറബ്ബേ. അല്ലാഹുവേ, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു മഹാനവറുകൾ. വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടി. അല്ലാഹുവേ, അവിടെ നിന്ന് മഹാനവറുകളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ മഹാനവറുകൾ ഇരുന്നിട്ട് കരയാ, വല്ലാതെ കരയാ. അവിടുന്ന് എന്റെ ശിഷ്യന്മാർ അണികൾ ചോദിക്കാ, തങ്ങളെ എന്തിനാ കരയുന്നത്? ഇന്നത്തെ ദിവസം നിങ്ങൾ സന്തോഷിക്കേണ്ട ദിവസമല്ലേ? കാരണം 60 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നില്ലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ, നിങ്ങളിൽ ബറക്കത്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ. ഞങ്ങൾ അതുകൊണ്ടാ സന്തോഷിക്കുന്നത്. നിങ്ങൾ എന്തിനാ കരയുന്നത് ചോദിച്ചപ്പോ മഹാനവറുകൾ പറയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 60 വർഷം ഞാൻ ജീവിച്ചു. ഈ 60 വർഷം ജീവിച്ചിട്ട് പടച്ചറബ്ബേ, ഒരു ദിവസം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 21,600ഓളം വരുന്ന തെറ്റിന് ഞാൻ പടച്ചവനോട് ഹിസാബിനെ പറയണ്ടേ? അങ്ങനെ ഒരു ദിവസം എത്ര തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ? നമുക്ക് എത്ര വയസ്സായി? 60 ആയിട്ടുണ്ട്, 70 ആയിട്ടുണ്ട്, 80 ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ ആയുസ് പോയിട്ട് പോലും നമ്മൾ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, പടച്ചവനെ ഞാൻ ദുനിയാവിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എന്താണെന്ന്? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ തരാൻ അല്ലാഹുവിനെ എപ്പോഴും ഓർക്കുക. ആ പടച്ച തമ്പുരാൻ എന്നെ അറിയും, ആ അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധം എന്റെ പ്രിയമുള്ളവരെ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നമ്മോട് പരിചയപ്പെടുത്തുകയാ, നിങ്ങൾ എവിടെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പമുണ്ട്. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഹുവ മഅകും
ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പമുണ്ട്. അല്ലാഹു ബിമാ തഅമലൂന ബസീർ. എന്താണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാ. അതെല്ലാം പടച്ച തമ്പുരാന് കാണുന്നതാണല്ലോ. പടച്ച റബ്ബ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളൊക്കെ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്ന ഓരോ നന്മകളുണ്ടല്ലോ, അതാ മഹാനായ അബൂ ഹബീബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ധാരാളം തന്റെ ജീവിതത്തിൽ നന്മകൾ നിർവഹിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ തന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടുള്ള ഒരു മനുഷ്യന് അതാ പടച്ച റബ്ബേ മരണപ്പെടുമ്പോ അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതാ മലക്കുകൾ അവിടുന്ന് ആ മനുഷ്യന്റെ നന്മകളെ മുഴുവനും സന്തോഷത്തോടുകൂടെ വളരെ ആനന്ദത്തോടുകൂടെ അതാ വലിയ ആദരവോടുകൂടെ ആ മനുഷ്യന്റെ അമലുകൾ ഇങ്ങനെ ഉയർത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് അല്ലാഹുവേ, ഇത് കാണുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു അടിമയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നില്ലല്ലോ, ഒരു അടിമയുടെ അമലിലേക്കല്ലേ നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നതുള്ളൂ. ആ അടിമയുടെ ഹൃദയം കാണുന്നവന് ഞാനാണല്ലോ, ആ അടിമയുടെ ഹൃദയം കാണുന്നത് ഞാനാണല്ലോ. അതുകൊണ്ട് പടച്ച റബ്ബേ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇവന്റെ ഈ അമലുകളുണ്ടല്ലോ, ഈ അമലുകളെ ഞാൻ നോക്കുമ്പോ ഇവന്റെ ജീവിതത്തിൽ തഖ്വയില്ലല്ലോ, ഇത് എനിക്ക് വേണ്ടി ചെയ്തതല്ല, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ചെയ്ത അമലാണല്ലോ. അതുകൊണ്ട് ഇവന്റെ അമലിൽ ഇഖ്ലാസില്ല, ഇവന്റെ അമലുകളിൽ ഇഖ്ലാസില്ലാത്തത് കാരണത്താൽ ഇവന്റെ റൂഹിനെയും ഇവന്റെ അമലുകളെല്ലാം സിജ്ജീനിലേക്ക് മാറ്റണേ. ഏറ്റവും കൂടുതൽ മോശപ്പെട്ടവരായ ആളുകളെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഉമ്മാ സിജ്ജീന്. അതാ അവിടേക്ക് നിങ്ങൾ രേഖപ്പെടുത്തണമെന്നോ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മലക്കുകളോട് പറയുകയാണ്. അതാ പടച്ച റബ്ബേ, മലക്കുകൾ അതാ അദ്ദേഹത്തിന്റെ നന്മകളെല്ലാം, അദ്ദേഹം ദുനിയാവിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇഖ്ലാസ് ഇല്ലാതെയായി പോയല്ലോ, ജീവിതത്തിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അവന് സിജ്ജീനിലേക്ക് മാറ്റുകയാണ്. അതാ വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, വീണ്ടും അതാ ഒരു മനുഷ്യനങ്ങ് മരണപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രമേ അമലുകൾ അവന് ചെയ്തിട്ടുള്ളൂ. അവന്റെ ജീവിതത്തിലോ അതാ കുറച്ച് അമലുകൾ മാത്രമേ അവന് ചെയ്തിട്ടുള്ളൂ. അതാ അവന്റെ അമലുകൾ പടച്ച റബ്ബേ മലക്കുകൾ അതാ നോക്കുകയാണ്. നോക്കുമ്പോ വളരെ തുച്ഛമായ അമലുകളാണല്ലോ, വളരെ കുറഞ്ഞ അമലുകൾ മാത്രമേ ഉള്ളൂ. അവന്റെ അമലുകൾ എടുത്തിട്ടതാ ദയയില്ലാതെ കാരുണ്യമില്ലാതെ മലക്കുകൾ പടച്ച റബ്ബേ നിസാരമാക്കിക്കൊണ്ട് വലിച്ചുകൊണ്ട് പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, മലക്കുകളെ, നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? നിങ്ങൾക്ക് ആ മനുഷ്യന്റെ ജീവിതത്തില് അവന്റെ ഹൃദയത്തിലേക്ക് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ആ മനുഷ്യന്റെ അമലിലല്ലേ നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നുള്ളൂ? അവന്റെ ഇഖ്ലാസിലേക്ക് നോക്കുന്നത് ഞാനാണല്ലോ. അവന്റെ ജീവിതത്തിൽ കുറച്ച് അമലുകൾ മാത്രമേ അവന് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരുപാട് ഇഖ്ലാസുള്ള മനുഷ്യനാ, ഒരുപാട് ഇഖ്ലാസ്
പ്രയാസമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ മനുഷ്യന്റെ അമൽ നേരെ കൊണ്ടുപോകുന്നത് എവിടേക്കെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണല്ലോ, ഇവന്റെ അമലുകൾ മുഴുവനും അവിടുന്ന് ഇല്ലിയിലേക്ക് രേഖപ്പെടുത്തണേ, ഇല്ലിയിലേക്ക് രേഖപ്പെടുത്തണേ. ഇവന്റെ റൂഹിനെ എടുത്തിട്ടതാ ഇല്ലിയിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അത് നന്മയുള്ളവരുടെ ജീവിതത്തിലോ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന സ്ഥലമാണല്ലോ. ആ നന്മയുള്ള മനുഷ്യരുടെ മലക്കുകള് അവിടെ നിന്നാണ് ഇറങ്ങി വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എന്ത് തന്നെ ചെയ്യുമ്പോഴും നമുക്ക് ഇഖ്ലാസ് വേണം. ജീവിതത്തിൽ ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നെ എന്റെ സൃഷ്ടാവാണ് സൃഷ്ടിച്ചത്. ആ പടച്ചു തമ്പുരാനെല്ലാം അറിയുന്നവനാ, ആ പടച്ചു തമ്പുരാനെ എല്ലാം കാണുന്നവനാ എന്നുള്ള ബോധം എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണമല്ലോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായാലും പടച്ചു തമ്പുരാനുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പടച്ചറബ്ബേ, നമ്മൾ ആരും തന്നെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ, ആരും തന്നെ അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ, ഏത് വലിയ കോട്ടകൊത്തളങ്ങൾക്ക് ഉള്ളിനകത്ത് പോയാൽ, കൂരാക്കൂരിറ്റിന്റെ ഉള്ളറയിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, എത്ര വലിയ പാറക്കെട്ടിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താൽ, ഏകനായ അല്ലാഹുണ്ടല്ലോ, ഏകനായ അല്ലാഹുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനെ എല്ലാം അറിയുന്നതാ. ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കലാഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതോ ആ പടച്ച തമ്പുരാനാണല്ലോ, ആ പടച്ച തമ്പുരാനാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ മറക്കല്ലേ, പടച്ച തമ്പുരാനെ തന്റെ ഹൃദയത്തിൽ നിന്ന് കളയല്ലോ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണല്ലോ. ഈ ദുനിയാവിന്റെ തുരക്കമുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ പടച്ചറബ്ബേ, എവിടെയെങ്കിലും ഒരു ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാ നമുക്ക് വല്ലാത്ത ഭയമാണല്ലോ. നമ്മൾ ഹെൽമെറ്റ് ധരിക്കാറുണ്ടല്ലോ, സീറ്റ് ബെൽറ്റ് ധരിക്കാറുണ്ടല്ലോ. പടച്ചറബ്ബേ, പോകുന്ന വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വഴിയെ നമ്മൾ പിന്നെ പോകാറില്ലല്ലോ. പടച്ചറബ്ബേ, എല്ലാ സുരക്ഷിതവും നമ്മുടെ കയ്യിൽ കരുതാറുണ്ട്. എന്നാ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏകനായ പടച്ച തമ്പുരാൻ അതാ നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ചറബ്ബേ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. ആ പടച്ച തമ്പുരാനെ എല്ലാം കാണുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഉത്തമമായ ബോധം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനകത്ത് വേണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നന്മകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൃദയത്തിനകത്ത് ഇഖ്ലാസ് വേണം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ അല്ലാഹുവേ, മലക്കുകൾ കടന്നു വന്നിട്ട് ആ മനുഷ്യന്റെ റൂഹിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവന്റെ നന്മകളെയും അല്ലാഹുവേ മലക്കുകൾ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് മലക്കുകൾ ഇങ്ങനെ നോക്കും. പടച്ചറബ്ബേ, ആദ്യം മരണപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് അമലുണ്ട്. ഈ മലക്കുകൾ മുഴുവനും പടച്ചറബ്ബേ ഈ മനുഷ്യന്റെ നന്മ വളരെ സന്തോഷത്തോടു കൂടി ആദരവോട് കൂടിയിട്ട് ഉയർന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിയിട്ട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ മനുഷ്യന്റെ ഇഖ്ലാസ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ മനുഷ്യന്റെ ഇഖ്ലാസ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ മനുഷ്യന്റെ അമലിലേക്കല്ലേ നിങ്ങൾക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ? ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യന്റെ നന്മ, ആ ചെയ്ത കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് സിജ്ജീനിൽ നിങ്ങളെ രേഖപ്പെടുത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ.
വീണ്ടും ഒരു മനുഷ്യന്റെ അമലുകൾ രേഖപ്പെടുത്തുക. ആ മനുഷ്യൻ എങ്ങനെ കൊണ്ടുപോയി പടച്ചോനെ, ആ മനുഷ്യന്റെ നന്മകൾ നോക്കുമ്പോൾ വളരെ തുച്ഛമേ ഉള്ളൂ. അവിടുന്ന് വലിയ ദയൊന്നും ഇല്ലാതെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് മലക്കുകൾ വല്ലാതെ വലിച്ചുകൊണ്ട് പോവുക. അള്ളാഹ് ചോദിക്കും, മലക്കുകളെ നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ മനുഷ്യന്റെ ഇഖ്ലാസ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ മനുഷ്യൻ എത്ര ഇഖ്ലാസുള്ള മനുഷ്യനായിരുന്നു നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അമലിലേക്കല്ലേ നോക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ചോദിക്കാം. ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് പറയും, ഈ മനുഷ്യന്റെ അമലുകളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇല്ലീയനിൽ നിങ്ങൾ രേഖപ്പെടുത്ത്, അവിടെ കൊണ്ടുപോയിട്ട് രേഖപ്പെടുത്ത്. കാരണം ഈ മനുഷ്യൻ അത്രത്തോളം തഖ്വയുള്ളവനായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ എത്ര ചെറിയ നന്മ ചെയ്യുകയാണെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് നാട്യങ്ങൾ ഉണ്ടാകരുത്. ആരാധനകളിൽ നമുക്ക് നാട്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അല്ലേ? ആത്മാർത്ഥത വേണം. പടച്ച റബ്ബേ, നല്ല മനുഷ്യരിൽ നമ്മൾ പെടണം. ആത്മാർത്ഥമായി എത്ര നമ്മൾ വലിയ നന്മകൾ ചെയ്യുകയാണെങ്കിലും, എത്ര ചെറിയ നന്മകൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇഖ്ലാസ് നമുക്ക് വേണം. കുറേ ചെയ്യുന്നതിലല്ല, കുറച്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടം. ആ കുറച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ചില ആളുകൾ അവിടുന്ന് ചെയ്യും, ഇവിടുന്ന് ചെല്ലും, എല്ലായിടത്തും ചെല്ലും, ഓരോന്നിങ്ങനത്തെ ചെല്ലും, ഇതൊന്നും മുഴുവനാക്കൂല. അല്ലാന്നുണ്ടെങ്കിലോ ഒന്നും കൃത്യത ഉണ്ടാവൂല. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ചെയ്യുന്ന കാര്യം നമ്മൾ എന്ത് തന്നെ ചെയ്യണം, അത് കുറച്ചാണെങ്കിലും അത് നിത്യമായിട്ട് ചെല്ലുക. എല്ലാ ദിവസവും അല്ലാഹ് 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 എന്നൊരു 3 വട്ടം പറയും. ഇത് നിത്യമായിട്ട് ഒരാൾ ചെല്ലിയാൽ അത് മതി അവന്റെ വിജയത്തിന്. മനസ്സിലായോ? ഇത് നിത്യമാക്കിയാൽ, അത് നിത്യമാക്കാൻ കഴിയാൻ എപ്പോഴാണ്? അവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാൻ കൊടുക്കുമ്പോഴാണ്. ആ ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ എന്താവില്ല, അതിന് കഴിയൂല. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാവട്ടെ ഹൃദയത്തിൽ. അല്ലാഹു തആല ഇഖ്ലാസ് തരട്ടെ. അല്ലാഹു നമുക്ക് ഇഖ്ലാസ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അതാ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യുദ്ധം ഇങ്ങനെ കടന്നു വരികയാണ്. അതാ അലി റളിയല്ലാഹു തആല അൻഹു ശത്രുവിന്റെ നേരെ പടച്ച റബ്ബേ പാഞ്ഞു കുതിക്കുകയാണല്ലോ. പടച്ച റബ്ബേ തന്റെ നേർക്ക് കടന്നു വന്ന ശത്രുവിനെ അതാ യുദ്ധത്തിന്റെ രണാങ്കണത്തിലോ അലി റളിയല്ലാഹു തആല അൻഹു മലർത്തി അടിക്കുകയാണല്ലോ. അല്ലാഹുവേ, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ധീരതയ്ക്ക് മുമ്പിലോ ആ ശത്രുവതായ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മലർന്നടിച്ച് വീഴുകയാണ്. പടച്ച റബ്ബേ, മലർന്നു കിടക്കുന്ന ഈ ശത്രുവിന്റെ മുകളിൽ ഇരിക്കുന്ന അലി റളിയല്ലാഹു തആല ആ പരിശുദ്ധമായ ഇസ്ലാമിന് എതിരെ വന്ന ശത്രുക്കളാണല്ലോ. ഇസ്ലാമിനെതിരെ വന്ന ശത്രുക്കളാണല്ലോ. പരിശുദ്ധമായ ദീനിൽ ഒരുപാട് കളിയാക്കിയവരാണ്, ഒരുപാട് കുറ്റപ്പെടുത്തിയവരാണ്, മുസ്ലിമീങ്ങൾ ഒരുപാട് ദ്രോഹിച്ചവരാണ്. പടച്ച റബ്ബേ, യുദ്ധത്തിന്റെ രണാങ്കണത്തില് അല്ലാഹുവേ ഈ ശത്രുവിന്റെ മുകളിൽ കിടക്കുന്ന അലി റളിയല്ലാഹു തആല ആ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളങ്ങ് ഊരിയെടുക്കുമ്പോ പടച്ച റബ്ബേ, ആ ശത്രുവതാ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് അങ്ങ് തുപ്പുകയാണല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ തുപ്പിയ വേളയിൽ ആർക്കും തന്നെ ദേഷ്യം വരുമല്ലോ എന്നതുപോലെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അല്ലാഹുവേ ശരീരത്തിലൂടെ ദേഷ്യമങ്ങ് കയറുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? പടച്ച റബ്ബേ, അവിടുന്ന് ദേഹം ആ മനുഷ്യന്റെ ദേഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അയാൾ അവിടുന്ന് കൊല്ലാതെ വെറുതെ വിടുകയാണല്ലോ. അതാ പടച്ച റബ്ബേ, പിന്നീട് അവിടുന്ന് സഹാബത്ത് കാര്യം അന്വേഷിക്കുമ്പോൾ എന്തിനാണ് അത്രയും ഒരു അവസരം കിട്ടിയിട്ട് നിങ്ങൾ ആ ശത്രുവിനെ അവിടുന്ന് നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞതോ? നിങ്ങൾ എന്തിനാണ് ഒഴിവാക്കി കളഞ്ഞതെന്ന് ചോദിക്കുമ്പോ പടച്ച റബ്ബേ, അവിടുന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, ആ മനുഷ്യന്റെ മുകളിലേക്ക് ഞാൻ കയറി വീണതോ, ആ മനുഷ്യന്റെ നേർക്ക് ഞാൻ, ശത്രുവിന്റെ നേർക്ക് ഞാൻ ചാടി വീണത് എന്തിനു വേണ്ടിട്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കളിയാക്കിയത് കൊണ്ടോ, ദീനിനെ എതിരെ വന്നത് കൊണ്ടാണല്ലോ. അല്ലാഹുവേ, ആ മനുഷ്യനെന്റെ ദേഹത്തേക്ക് അങ്ങ് തുപ്പിയപ്പോൾ, എന്റെ മുഖത്തേക്ക് അങ്ങ് കാർക്കിച്ച് തുപ്പിയപ്പോൾ പടച്ച റബ്ബേ, എന്റെ ഹൃദയത്തിനകത്ത് ആ മനുഷ്യനോട് വല്ലാത്ത ദേഷ്യമാണ് കടന്നു വന്നത്.
എനിക്ക് വല്ലാത്ത ദേശമാണ് കടന്നു വന്നത്. ആ ദേശം കടന്നു വന്നതിന്റെ കാരണത്താൽ പടച്ചുറപ്പെ ആ ദേശം കൂടെ കൂട്ടിയിട്ടാണല്ലോ പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ തലയെടുക്കുന്നത്. പിന്നീട് അവിടുന്ന് ദീനിനോടുള്ള ആത്മാർത്ഥമായ ബന്ധമല്ല, എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം കൂടെ അതിൽ വന്നിട്ടുണ്ടല്ലോ. എന്റെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊണ്ടാണല്ലോ ശത്രുവിന്റെ തല ഞാൻ എടുക്കുന്നത്. അത് എന്റെ ജീവിതത്തിലോ എന്റെ ഈമാനിനത് ബാധിക്കുന്ന വിഷയമാണെന്നോ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പോലും ഇഖ്ലാസ് കൊണ്ട് നടന്ന മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പടച്ചുറപ്പെ ഒരു ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അടുത്ത് കിട്ടിയിട്ട് പോലും അല്ലാഹുവേ പടച്ചുറപ്പെ അവിടുന്ന് വെറുതെ വിട്ടതിന്റെ കാരണം എന്തേ? ഹൃദയത്തിനകത്ത് ഇഖ്ലാസ് വന്നു, അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ സ്നേഹം വന്നു. പടച്ച തമ്പുരാനോടും അല്ലാഹുവിന്റെ ദീനിനോടുമുള്ള ഏറ്റവും വലിയ ബന്ധമതാ ഹൃദയത്തോട്ട് കടന്നു വന്നതാണ് ഉമ്മ, ഹൃദയത്തോട്ട് കടന്നു വന്നതാണ് ഉമ്മ. അതുകൊണ്ടാണ് മഹാനവറുകൾ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് തന്നെ എത്തിയത്. ഹൃദയത്തിൽ ഇഖ്ലാസ് ആയിരുന്നല്ലോ, ഹൃദയത്തിൽ ഇഖ്ലാസ് ആയിരുന്നല്ലോ. നമ്മുടെ ഹൃദയത്തിലും എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ കടന്നു വരേണ്ടത് തന്നെയാണ് ആ ഇഖ്ലാസ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കടന്നു വരേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പരാജയങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ പരാജയങ്ങൾ വരുന്നത്? നമ്മുടെ കുടുംബ ജീവിതം തകർന്നു പോകുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് ഇബാദത്തിനുള്ള നഷ്ടങ്ങൾ വരുന്നത് എന്തുകൊണ്ടോ? ഇബാദത്തുകൾ മറ്റു ചിന്തകൾ കടന്നു വരുന്നത് എന്തുകൊണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഖ്ലാസ് കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ ഇഖ്ലാസ് ചേർത്ത് പിടിച്ചിട്ടില്ല. അല്ലാഹുവേ, ഇതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് റബ്ബേ, ജീവിതത്തിൽ എപ്പോഴും ഇഖ്ലാസ് കൊണ്ട് നടക്കണേ വാപ്പാ, ഇഖ്ലാസ് കൊണ്ട് നടക്കണേ ഉമ്മ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിതത്തിൽ ഇഖ്ലാസ് വേണം. അലി റളിയല്ലാഹു തആല അൻഹു ചെയ്തത് കണ്ടോ? എന്താ ചെയ്തത്? തന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ശത്രു, ആ ശത്രുവിന്റെ മുകളിലേക്ക് ചാടി വീണിട്ട് ശത്രുവിനെ മലർത്തി കിടത്തി. ആ ശത്രുവിനെ വെട്ടാൻ വേണ്ടി തന്റെ ഉറയിൽ കിടക്കുന്ന വാളൂരിയപ്പോൾ ആ ശത്രു കാർക്കിച്ചിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് അങ്ങ് തുപ്പി. പടച്ചറബ്ബേ, അലി റളിയല്ലാഹു തആല അൻഹു വേഗം മാറിപ്പോയി, ആ ശത്രുവിനെ വെറുതെ വിടാ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സഹാബത്ത്, എന്തി അലിയെ ഒരു അവസരം കിട്ടിയിട്ട് ആ ശത്രുവിനെ നിങ്ങൾക്ക് വധിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാ, ഞാൻ ഇന്ന് യുദ്ധം ചെയ്യുന്നത് അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ ആ ഒരു മനുഷ്യനെ ഞാൻ അവിടെ ആ ശത്രുവിനെ അവിടെ നിന്ന് കൊന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവർ, എന്റെ മനസ്സിനകത്തുള്ള ഒരു മുറാദ് എന്തായിരിക്കും? ആ മനുഷ്യന്റെ ഒന്ന് ദീനിനോട് ഇതിന്റെ കൂടെ തന്നെ എന്റെ ഒരു കാര്യം കൂടെ അതിലൂടെ വരുന്നുണ്ട്, എന്റെ ഒരു ദേശം കൂടെ വരുന്നുണ്ട്. അത് വേണ്ട, അത് വേണ്ട. അതിന് എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വധിക്കുന്നത്, ഇത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു. ഇതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞത്. ഇതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞ. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പോലും എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ദയ കാണിച്ച, അവിടുന്ന് ഇഖ്ലാസ് കാണിച്ച മഹാനാണ് അലി റളിയല്ലാഹു തആല. അവരൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് കടന്നു പോയതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ചതും എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ അവർക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നു, നമുക്കതില്ലാതെ പോയി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിനകത്ത് ബറക്കത്ത് വേണോ? നമ്മുടെ വീട്ടിനകത്ത് ബറക്കത്ത് വേണ്ട. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിനകത്ത് ബറക്കത്ത് വേണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, വീട്ടിനകത്ത് നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തുള്ള വീടിനെ കുറിച്ചിട്ട് അവിടെ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പടച്ചറബ്ബേ, ഒരുപാട് നിസ്കരിക്കുന്ന വീടല്ല പറഞ്ഞത്, ഒരുപാട് നോമ്പെടുക്കുന്ന വീടല്ല പറഞ്ഞത്, ഒരുപാട് തസ്ബീഹുകളും തഹ്ലീലുകളും കൊണ്ട് നടക്കുന്ന വീടെന്നല്ല ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വീട് ഏതെന്നറിയോ? ഭാര്യയും മക്കളും ഭർത്താവും ഒരുമിച്ചിരുന്നിട്ടോ, കുടുംബനാഥനും ഒക്കെ ഒരുമിച്ചിരുന്നിട്ടോ, വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്നിട്ടോ, പടച്ചുറപ്പെ ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടോ? ആ വീട്ടിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് കൊടുക്കുകയാണ്.
പടച്ചുറപ്പേ ഇന്ന് പല വാപ്പമാർക്ക് മക്കളെ പറ്റുന്നില്ലല്ലോ, മക്കൾക്ക് ബാപ്പയെ പറ്റുന്നില്ലല്ലോ, മക്കൾക്ക് ഉമ്മാനെ പറ്റുന്നില്ലല്ലോ. പടച്ചുറപ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് വല്ലാതെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ അവസ്ഥയൊന്ന് എടുത്തു നോക്ക്. ആ കുടുംബത്തിനകത്ത് ബറക്കത്ത് കാണില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കിക്കോ. നമ്മളെപ്പോഴും വിഷമം പറയാറുണ്ടല്ലോ, നമ്മളെപ്പോഴും വേദനകൾ പറയാറുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിനകത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവുമായിട്ടോ നിങ്ങളുടെ ഭാര്യയുമായിട്ടോ നിങ്ങളുടെ മക്കളുമായിട്ടോ കൂടപ്പിറപ്പുകളുമായിട്ടോ പടച്ചുറപ്പേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ഒന്നിച്ചിരുന്നിട്ടോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരേ പാത്രത്തിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരേ ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്നാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ബറക്കത്തുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ബറക്കത്തുണ്ടാകുമെന്ന് അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ ഉമ്മ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനമുണ്ടാകാൻ അത് അവിടുന്ന് മഹാന്മാര് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് സമാധാനം വേണോ? എപ്പോഴും പറയുമല്ല ഉസ്താദേ മനസ്സിനകത്ത് സമാധാനമില്ല, ഹൃദയത്തിനകത്ത് സമാധാനമില്ല, വല്ലാത്ത വിഷമമാണെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ബാപ്പമാരോട് ഇതാ എന്റെ പ്രിയമുള്ളവരെ മഹാന്മാര് പഠിപ്പിക്കുന്ന 4 കാര്യങ്ങളുണ്ടല്ലോ. 4 കാര്യങ്ങളുണ്ടോ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? നമ്മുടെ ചുറ്റുപാടിനിടയിൽ നമ്മളതൊന്ന് അറിയേണ്ടതുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ മഹാന്മാര് പഠിപ്പിക്കുകയാ. നമുക്ക് വേണ്ട വിധം പരിഗണന തരാത്ത ആളുകളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട രൂപത്തിൽ പരിഗണന തരാത്ത ആളുകളുണ്ടല്ലോ. അവരോടൊപ്പം നിങ്ങൾ കൂട്ടുകൂടല്ലേ, അവരോടൊപ്പം നിങ്ങൾ നടക്കാൻ പാടില്ല. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് കള്ളം പറയുന്ന ആളുകളുണ്ടല്ലോ, സ്ഥിരമായിട്ട് കള്ളം പറയുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നിങ്ങൾ ഒരിക്കലും തന്നെ കൂട്ടുകൂടാൻ പാടില്ല. അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി നമ്മളെ കോൾ ചെയ്യുന്ന ആളുകള്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്ന ആളുകള്, അവരോട് നിങ്ങൾ കൂട്ടുകൂടല്ലേ. അതേപോലെ നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും, നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നമ്മുടെ കൂട്ടുകാർക്കിടയിലുണ്ടാകും, നിങ്ങളുടെ അയൽവാസികൾക്കിടയിലുണ്ടാകും. അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല, അവരുമായിട്ട് നിങ്ങൾ അകന്നു നിൽക്കണേ, അവരുമായിട്ട് അകൽച്ച വേണേ എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മെ ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ അവർ നമ്മളെ ഇങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്ത വിഷമം വരുമല്ലോ, വല്ലാത്ത ടെൻഷനായി മാറുമല്ലോ. മനസ്സിനകത്ത് ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയില്ലെന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ അറിവുകൾ ഇതാകട്ടെ, ഇഖ്ലാസ് കൊണ്ട് നടക്കാനുള്ള ഏറ്റവും വലിയ മനോഭാവം എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ ഹൃദയത്തിനകത്ത് വേണം കേട്ടോ. നമ്മുടെ പ്രഭാഷണത്തിന്റെ ആദ്യ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, മഹാനായ സയ്യിദ് ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. 60 വർഷം പടച്ചിറപ്പേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലേക്ക് തെങ്ങിട്ടോ അവിടുന്ന് കരഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു ദിവസം എങ്ങാനും ഒരു തെറ്റ് ചെയ്താ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഓരോ ദിവസത്തിനും പടച്ചുറപ്പേ നമ്മൾ തെറ്റുകൾ പറയേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് കരഞ്ഞു പോയതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്കങ്ങനെ കരച്ചിൽ വന്നിട്ടില്ല. എത്രയോ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടോ, നമുക്ക് എത്രയോ അധികാരങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ടോ, എത്രയോ സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടോ. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാനുള്ള പക്വത നമ്മുടെ ഹൃദയത്തിലില്ല, നമ്മളതിനുള്ള മനസ്സ് കാണിച്ചിട്ടില്ല. പടച്ചുറപ്പേ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഹൃദയത്തിനകത്ത് നീ ഞങ്ങൾക്ക് ഇഖ്ലാസ് തരണേ അല്ലാഹ്.
എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദ് ഇബ്നു സദ്ർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത് നമ്മൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു, അല്ലാഹുവേ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇഷ്ടമുള്ള ഏതാണ്? ഭാര്യയും മക്കളും നിന്റെ ഭർത്താവും നിന്റെ ഉമ്മയും ബാപ്പയും സഹോദരങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടെങ്കിൽ ആ വീടാണ് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. നമ്മൾ പറയില്ലേ, നമ്മുടെ മക്കൾ നന്നാവുന്നില്ലെന്ന്, നമ്മുടെ മക്കൾ പറയുന്ന കേൾക്കുന്നില്ലെന്ന് പറയാറില്ലേ? നിങ്ങളുടെ വീട്ടിനകത്ത് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങൾക്ക് കിട്ടും. 100% ഉറപ്പാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കൈവെള്ളയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കൂട്ടുകൂടേണ്ടത് ആരോടാ? നിങ്ങളെ പരിഗണിക്കാത്തവരോട് നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. സ്ഥിരമായിട്ട് കള്ളം പറയുന്ന ആളുകളോട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്ന ആളുകളോട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്ന ആളുകളോട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് സമാധാനം ഉണ്ടാകുമെന്ന്